ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കഴിഞ്ഞ 2 സീസണുകളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിരയിൽ കളിച്ച താരമാണ് കോമെ പെപ്ര. ഗാന താരമാണ്. മോശമല്ലാത്ത രൂപത്തിൽ അദ്ദേഹം ക്ലബിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നീട് കഴിഞ്ഞ സമ്മറിൽ ഫ്രീ ഏജന്റ് ആയിക്കൊണ്ട് അദ്ദേഹം ക്ലബ്ബ് വിട്ടു. ഇപ്പോൾ കംബോഡിയൻ പ്രീമിയർ ലീഗിലാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ക്ലബ്ബായ സോയറിങ് FC എന്ന ക്ലബിന് വേണ്ടിയാണ് അദ്ദേഹം കളിക്കുന്നത്. അവിടെ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ കോമെ പെപ്രയ്ക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അതായത് അദ്ദേഹത്തിന്റെ ക്ലബ്ബായ സോയറിങ് FC ഇപ്പോൾ പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനത്താണ്. കളിച്ച 6 മത്സരങ്ങളിൽ 5ലും വിജയിക്കാൻ സോയറിങ് FCക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് വേണ്ടി തിളങ്ങുന്നത് മറ്റാരുമല്ല, പെപ്ര തന്നെയാണ്. അതായത് ഗോളുകളും അസിസ്റ്റുകളും അടിച്ചുകൂട്ടി പൊളിച്ചെടുക്കുകയാണ്. 6 ഗോളുകളാണ് താരം ലീഗിൽ നേടിയിട്ടുള്ളത്. അതായത് ലീഗിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരങ്ങളിൽ ഒരാൾ അത് പെപ്രയാണ്. ഇതിനു പുറമെ 3 അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. അതായത് കംബോഡിയൻ പ്രീമിയർ ലീഗിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ ഉള്ള താരം പെപ്രയാണ്. ഇങ്ങനെ 9 ഗോൾ പങ്കാളിത്തങ്ങളാണ് അദ്ദേഹം പൂർത്തിയാക്കിയിട്ടുള്ളത്. ലീഗിൽ ഏറ്റവും കൂടുതൽ ഗോൾ പങ്കാളിത്തങ്ങൾ ഉള്ള താരവും പെപ്ര തന്നെയാണ്. അതുകൊണ്ട് തന്നെ ലീഗിലെ ഏറ്റവും മികച്ച താരത്തിന് നൽകുന്ന ഗോൾഡൻ ബോൾ പോരാട്ടത്തിൽ മുന്നിട്ട് നിൽക്കുന്നതും പെപ്രയാണ്. അദ്ദേഹത്തിന്റെ സഹതാരമായ പാട്രിക് എന്ന താരവും മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് അദ്ദേഹത്തിനോടൊപ്പമുണ്ട്. പെപ്ര ഇപ്പോൾ കംബോഡിയൻ പ്രീമിയർ ലീഗിൽ പൊളിച്ചടുക്കുകയാണ് എന്നാണ് ഈ കണക്കുകളിൽ നിന്ന് വളരെ വ്യക്തമാകുന്നത്. പക്ഷേ ISLന്റെ അത്ര കോമ്പറ്റീഷൻ ഇല്ലാത്ത ഒരു ലീഗാണ് കംബോഡിയൻ പ്രീമിയർ ലീഗ്. അതുകൊണ്ട് തന്നെയാണ് പെപ്രക്ക് കൂടുതൽ കാര്യങ്ങൾ എളുപ്പമാകുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ ഫോം എടുത്തു പറയേണ്ടതുണ്ട്. എല്ലാ മത്സരങ്ങളിലും തിളങ്ങാൻ ഇപ്പോൾ പെപ്രക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അദ്ദേഹം 2 സീസണുകളാണ് കളിച്ചിട്ടുള്ളത്. ആദ്യത്തെ സീസണിൽ 14 മത്സരങ്ങൾ കളിച്ച താരം 4 ഗോളുകൾ നേടിയിരുന്നു. രണ്ടാമത്തെ സീസണിൽ ആകെ 29 മത്സരങ്ങൾ കളിച്ചു 10 ഗോളുകളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. ടീമിനെ നല്ല രൂപത്തിൽ സഹായിച്ച ഒരു താരമായിരുന്നു അദ്ദേഹം. പക്ഷേ കൂടുതൽ ഗോളുകൾ നേടാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ക്ലബ്ബ് അദ്ദേഹത്തെ കൈവിട്ടിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.